സ്കൂൾ തലം മുതൽ നീന്തൽ പാഠ്യവിഷയമാക്കണമെന്ന് ഒളിമ്പ്യൻ സജൻ പ്രകാശ്. അതിനായി സർക്കാർ, സ്വകാര്യ ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ളവരുമായി കൈകോർക്കണം. നീന്തലിൽ നേട്ടങ്ങൾ കൊയ്യുന്ന ബംഗളൂരു മോഡൽ കേരളത്തിലും വരണം. കൈവിട്ടുപോയ കേരളത്തിന്റെ കായിക സംസ്കാരം തിരികെ കൊണ്ടുവരണമെന്നും ദേശീയ ഗെയിംസിലെ മിന്നുന്ന പ്രകടനത്തിന് ശേഷം സജൻ പ്രകാശ് പ്രതികരിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. നീന്തൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സേവിങ് സ്കില്ലാണ്. നമ്മൾ സ്പോർട്സിനെ ഫസ്റ്റ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടാണ് ഇന്നും നമ്മൾ ജനറലി നോക്കുന്നത്. എന്റെ ഒരു ഒപ്പീനിയൻ, ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നീന്തലിനെ കമ്പൽസറി ആക്കണം. ലെറ്റ്സ് സേ നമ്മള് 4th സ്റ്റാൻഡേർഡിലോ 5th സ്റ്റാൻഡേർഡിലോ നീന്തലിനെ കമ്പൽസറി ആക്കിയ എല്ലാ കുട്ടികൾക്കും ഒരു ആക്സസിബിലിറ്റി കിട്ടും നീന്തലിനോട്. സോ അത് കിട്ടുമ്പോ അതിനുശേഷം പീപ്പിൾ വിൽ ഓപ്റ്റ് ഇൻ ഫോർ സ്വിമ്മിങ്. ആ സ്വിമ്മിങ്ങിന്റെ ഒരു വിഷനറി വിൽ ചേഞ്ച്. അപ്പോ ലെറ്റ്സ് സേ നമ്മൾ കമ്പൽസറി ആക്കിയിട്ട് ഒരു ലെറ്റ്സ് സേ 10,000 കിഡ്സ് വരുന്നുണ്ടെന്ന് വെച്ചോ. അതിനുശേഷം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100 കിഡ്സ് വിൽ ഓപ്റ്റ് ഇൻ ഫോർ പ്രൊഫഷണൽ കരിയർ സ്വിമ്മിങ്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഇനിയും കുറെ സ്വിമ്മിംഗ് പൂൾ വരണം. ഐ തിങ്ക് ഗവൺമെന്റ് കുറെ പ്രൈവറ്റ് എൻറ്റിറ്റീസിന്റെ കൂടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലബ്സിന്റെ കൂടെ മെർജ് ചെയ്ത് ആ ലോക്കലിൽ ഇരിക്കുന്ന സ്കൂളിന്റെ കൂടെ മെർജ് ചെയ്ത് വി ഷുഡ് ഹാവ് എ പാർട്ട്ണർഷിപ്പ് ബേസിസ് വേർ ഒരു സാഹചര്യം വരണം. സോ അങ്ങനെ വരുമ്പോ അതാ പറഞ്ഞ കുറെ ആക്സസിബിലിറ്റി കിട്ടും കുട്ടികൾക്ക്. അങ്ങനെ വരുമ്പോ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് തിങ്സ് ചേഞ്ചിങ് ഫോർ സ്പോർട്സ്, എസ്പെഷ്യലി ഫോർ സ്വിമ്മിങ്. സോ വെൻ ഗവൺമെന്റ് വിൽ ടേക്ക് ആക്ഷൻ ടുവേർഡ്സ് making swimming a compulsory subject in school, let's say 4th or 5th standard, അപ്പോ നമ്മളുടെ ഇടയ്ക്ക് കുറെ സ്വിമ്മേഴ്സും അങ്ങനെ ഗ്രോ ആയി വരും. ഒരു സ്പോർട്ടിങ് കൾച്ചർ നമ്മുടെ കൈ വിട്ട് പോയിന്ന് എനിക്ക് ഒരു സങ്കടം തോന്നുന്നത്. സോ വി നീഡ് എ സ്പോർട്ടിങ് ഇക്കോസിസ്റ്റം, ഒരു സ്പോർട്ടിങ് എൻവിറോൺമെന്റ് വേണം നമ്മളുടെ ഇടയ്ക്ക്. സോ ദ അസോസിയേഷൻ ഓർ ദ ഗവൺമെന്റ് ഷുഡ് ടേക്ക് അപ്പ് ദിസ് മാറ്റർ. കുറെ സ്പെസിഫൈഡ് വർക്ക്ഔട്ട്സും സ്പെസിഫൈഡ് ഇക്കോസിസ്റ്റം നമ്മൾ സ്വിമ്മേഴ്സിന് വേണ്ടി ഉണ്ടാക്കണം. അത്ലീറ്റ് സെൻട്രിക് ആയിട്ട് വെച്ചിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഉണ്ടാക്കണം. സോ വെൻ ദാറ്റ് ഹാപ്പൻസ്, ചേഞ്ച് വിൽ ഹാപ്പൻ. സ്വിമ്മിങ്ങിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ബാംഗ്ലൂർ ആണ് ഇപ്പോ. സോ അവിടെ കുറെ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ കർണാടക ടീം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഇൻ ദ കൺട്രി. ബിക്കോസ് അവരുടെ കുറെ കോമ്പറ്റീഷൻ വരുമ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡേർഡും ഇംപ്രൂവ് ആവുന്നുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്ക് മറ്റ് സ്റ്റേറ്റ്സിന്റെ കുട്ടികളും അവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരുടെ ഒപ്പം. സോ അവരുടെ കൂടെ അവരും ഇംപ്രൂവ് ആവുന്നുണ്ട്. സോ ദോസ് ക്ലബ്സ് ആർ ഡൂയിങ് റിയലി വെൽ. അവരുടെ മോഡൽ നമ്മൾ എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ വി ക്യാൻ ഓൾസോ സീ ഹ്യൂജ് ചേഞ്ചസ്. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. മഹേഷ്, ഗുഡ് മോർണിംഗ്. പ്രാവശ്യത്തെ ദേശീയ ഗെയിംസ് നോക്കുകയാണെങ്കിൽ ഇതിനോടകം 4 മെഡലുകൾ സജൻ പ്രകാശ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ അഭിമാനമായി ദേശീയ ഗെയിംസിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ പുതുതലമുറയെ നീന്തലിലേക്ക് കൊണ്ടുവരാൻ ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായും അമൃത പറഞ്ഞത് തന്നെയാണ്. ഈ ദേശീയ ഗെയിംസിൽ 4 മെഡലുകൾ, ഒപ്പം ദേശീയ ഗെയിംസിന്റെ ചരിത്രത്തിൽ 30 മെഡലുകൾ കേരളത്തിനായി സജൻ പ്രകാശ് നേടി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറയുന്നത് തന്നെ നീന്തൽ എന്ന് പറയുന്നത് ഒരു കായിക ഇനമായി മാത്രം പരിഗണിക്കേണ്ടതില്ല, ഒരു ലൈഫ് സേവിങ് സ്കിൽ കൂടിയാണ്. ആ അർത്ഥത്തിൽ കേരളത്തിൽ നീന്തലിന് വേണ്ട പരിഗണന ലഭിക്കണം. അതിനായി സ്കൂൾ തലത്തിൽ 4ഓ 5ഓ ക്ലാസ് മുതൽ തന്നെ കുട്ടികളിൽ നീന്തൽ പഠിപ്പിക്കാനുള്ള ശ്രമം നിർബന്ധമാക്കണം. കുട്ടികളെ നിർബന്ധമായി നീന്തൽ പഠിപ്പിക്കണം. അതിനായി സർക്കാർ, സ്വകാര്യ ക്ലബ്ബുകളും, അതായത് സ്കൂളിന് സമീപമുള്ള ക്ലബ്ബുകളും മറ്റുമായി കൈകോർത്തുകൊണ്ട് ആ തരത്തിൽ നീന്തൽ നിർബന്ധമായും കുട്ടികളെ പഠിപ്പിക്കണം. അതൊരു കായിക ഇനമായി മാത്രം എടുക്കേണ്ടതല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ കായിക മേഖലയിലേക്കും കൊണ്ടുവരാൻ സാധിക്കും. കൂടുതൽ കുട്ടികൾ നീന്തൽ പരിശീലിക്കുമ്പോൾ തന്നെ, നീന്തൽ നിർബന്ധമായി പരിശീലിക്കുമ്പോൾ തന്നെ അതിൽ ഒരു ചെറിയ അളവിലാണെങ്കിൽ പോലും പ്രൊഫഷണൽ ആയിട്ടുള്ള നീന്തൽ താരങ്ങളെയും കേരളത്തിന് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ വലിയ മാറ്റം കേരളത്തിൽ നീന്തൽ മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കും. കായിക ഇനമെന്ന രീതിയിലും എല്ലാതെയും കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സർക്കാർ അതിന് മുൻകൈ എടുക്കണമെന്ന് തന്നെയാണ് സജൻ പ്രകാശ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്,
ഇപ്പോൾ വിൽസൺ ചെറിയാൻ, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ സേവ്യർ പോലുള്ള ആളുകളുടെ കാലത്തുണ്ടായിരുന്ന ഒരു കായിക സംസ്കാരമല്ല കേരളത്തിലുള്ളത്, പ്രത്യേകിച്ച് നീന്തലിനോടുള്ളത്. ഒരു സ്പോർട്സ് കൾച്ചറിൽ കാര്യമായ മാറ്റം കേരളത്തിൽ വരണം. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും അതോടൊപ്പം തന്നെ ഒരു സ്പോർട്സ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുന്നതിലുമൊക്കെ ഒരു മാറ്റം നിർബന്ധമായും വരേണ്ടതാണ്. ആ മാറ്റത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് സജൻ പ്രകാശ് പറയുന്നു. ഒപ്പം ഓർത്തെടുത്ത് അദ്ദേഹം പറയുന്നത് ബംഗളൂരുവിനുമായി താരതമ്യം ചെയ്യുകയാണ്. ബംഗളൂരുവിൽ സമീപകാലത്ത് നീന്തലിനോടുള്ള ഒരു സമീപനം, അവിടെയുള്ള പരിശീലന മുറകൾ, അവിടെ ഒരുക്കിയ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, അതെല്ലാം വലിയ മാറ്റം കർണാടക ടീമിനും ഒപ്പം ബംഗളൂരുവിൽ പരിശീലിക്കുന്ന താരങ്ങൾക്കും വരുന്നുണ്ട്. ആ ഒരു മാതൃക ബംഗളൂരു മോഡൽ അഡോപ്റ്റ് ചെയ്യണം, കേരളത്തിലേക്ക് കൊണ്ടുവരണം. അതും കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും ഒരു കൃത്യമായ ഒരു നിർദ്ദേശം സജൻ പ്രകാശിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. പക്ഷേ ഇത് പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 2019 സർക്കാർ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ പാഠ്യ പദ്ധതിയുടെ ഭാഗമായി നീന്തൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ പദ്ധതി ഇപ്പോഴും ജലരേഖയായി തുടരുകയാണ്. ഒരു തരത്തിലും അത് മുന്നോട്ട് പോയിട്ടില്ല. അതിന് വലിയ പ്ലാനുകളും മറ്റു കാര്യങ്ങളും, സ്പ്ലാഷ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ വലിയ അപകടങ്ങൾ വരുമ്പോൾ, കുട്ടികൾ വെള്ളത്തിൽ വീണുള്ള മറ്റുള്ള അപകടങ്ങൾ വരുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് നീന്തൽ പഠനം എത്രത്തോളം കാര്യക്ഷമമാക്കണമെന്നുള്ള ചർച്ചകൾ പോലും നമ്മൾ മുന്നോട്ട് വെക്കാറ്. പക്ഷെ അതും നിലച്ച മട്ടാണ്. അതെല്ലാം പുനരാരംഭിക്കണം എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടി വരും. എന്തായാലും സജൻ പ്രകാശിൻ്റെ ഒരു നിർദ്ദേശമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. കേരളത്തിൽ പാഠ്യവിഷയമാക്കണം, നീന്തൽ നിർബന്ധമായും കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം എന്നുള്ളത്. എങ്ങനെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ സ്പോർട്സ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും തീർച്ചയായും സജൻ പ്രകാശിന്റെ ഈ ആവശ്യം അധികൃതർ പരിഗണിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. മഹേഷ് പൂലൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.